ക്രിസ്മസും കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ഇടുന്നത്. ഇതാ ഓൻ വീഴുന്നതും കൂടാണ്ട് ബാക്കിയുള്ള പിള്ളേരെയും കൂടി ഒന്നിരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഒന്നിനെ തന്നെ ഒതുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ എണ്ണത്തിന് ഒന്നിച്ച് കിട്ടിയാലോ അത് ഭയങ്കര വലിയ ടാസ്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പിള്ളേർ ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബലൂണെല്ലാം കൊടുത്തിട്ട് സൈഡാക്കിയിട്ടുണ്ട്. നമുക്കന്ന് ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ട് ചിക്കൻ ബിരിയാണിയേനു. അപ്പോൾ അടുക്കളയിൽ എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ അടുക്കളയിൽ തരുന്നു. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പാടാണ് ഈ പിള്ളേരെ നോക്കാനെന്നാണ് അന്നേരം മനസ്സിലായി. കുരുത്തക്കേട് കഴിച്ച് പിള്ളേർ തളരുമ്പോഴത്തേക്കും അതാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട്. പാലും നിലക്കടലേനും 11 മണിക്കങ്ങനെ ഇവർക്ക് കൊടുത്തത്. അപ്പോൾ അതും കൊടുത്തിട്ട് പിള്ളേരെ കുറച്ച് നേരം അവിടെ സൈഡാക്കി. പണി എടുക്കാണ്ട് വയ്യ തിന്നാനിരിക്കുന്നത് മോശമില്ലെന്ന് വെച്ചിട്ട് വെറുതെ അടുക്കളയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത് അടുക്കളയിൽ തകൃതിയായിട്ട് ബിരിയാണി ഉണ്ടാക്കി നടക്കുന്നുണ്ട്. എനിക്ക് വായ കൊണ്ട് ഇളക്കാൻ മാത്രമല്ല കൈ കൊണ്ട് ഇളക്കാനും കൂടി അറിയാൻ തെളിയിക്കാൻ വേണ്ടി കുറച്ചേരം ഞാനും കൂടി ഇളക്കി കൊടുത്ത് പിള്ളേർ പാലൊക്കെ കുടിച്ച് സെറ്റായി നിന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലൊന്നും ഇല്ലല്ലോ, നമ്മളമ്മമാരില്ലേ, നമുക്ക് വിശക്കൂലേ. അപ്പം നമ്മൾ നൈസായിട്ട് കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് എല്ലെണ്ണത്തിന് ഒരുമിച്ച് നിർത്തൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തും. ഏതെങ്കിലും ഒരാൾ പോയിട്ട് മറ്റൊരാളെ തോന്നും, അപ്പോഴത്തേക്ക് കരച്ചിൽ തുടങ്ങും. ഇതാ ഇതെന്നാന്ന് ഞാൻ പറയുന്നത് കണ്ട കരച്ചിൽ തുടങ്ങി. ഈ പിള്ളേരിങ്ങനെയാണ്, തോണ്ടിയാലേ ഒരു സമാധാനമുള്ളൂ. ചങ്ങായിമാരെ തോണ്ടാൻ മാത്രമല്ല കേക്ക് തോണ്ടാനും ഇവന്മാർ വെസ്റ്റാണ്. കണ്ട എല്ലാവരും തോണ്ടി തിന്നൽ തുടങ്ങി. ഒരു വിധത്തിൽ എല്ലെണ്ണത്തിന് പറഞ്ഞ് സെറ്റാക്കി ഇതാ കേക്ക് മുറിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് എന്തോ കേക്ക് മുറിക്കും അടിയില്ലിനു. ഞാൻ വിചാരിച്ച് കത്തിക്ക് എല്ലെണ്ണത്തിനും കൂടി അടി കൂടും. പക്ഷെ അതെല്ലാം ഇവർ ഒറ്റക്കെട്ടായി നിന്നിന്, അതിനൊന്നും കുഴപ്പമില്ലിനു. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസും കൊടുത്തതിന് ശേഷം അപ്പോഴെ തന്നെ കേക്ക് അവിടെ നിന്ന് മാറ്റിനെ. അല്ലെങ്കിൽ പിന്നെ ആ കേക്ക് കാണാനേ കിട്ടൂല. പിന്നെ കേക്ക് അകത്ത് കൊണ്ടുപോയി കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് ഇതാ ഫോട്ടോ സെക്ഷനാണ്. എല്ലാത്തിനും കൂടി ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതാ കയ്യെല്ലാം മുട്ട് ഒരാൾ അങ്ങേ കൂടുമ്പോൾ ഒരാൾ ഇങ്ങേ കൂടും. ഫോട്ടോസ് എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്ക് ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇരുത്തി ബിരിയാണി കൊടുക്കുന്നതാണ്. അമ്മമാരെ കണ്ടുകൊണ്ട് തന്നെ എല്ലാ പിള്ളേർക്കും ഭയങ്കര പായാരേനും എല്ലാവരും വാരി കൊടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇവർ അങ്ങനെ അവിടെ നിന്ന് ഒറ്റക്ക് തിന്നാണല്ലോ. ഫുഡിനെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ഈ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ചെറിയൊരു റാലി എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെയുള്ള ചണ്ടിയെല്ലാം എടുത്ത് മുട്ടി ചെറിയൊരു പാട്ടും വെച്ച് എല്ലാവരും കൊണ്ട് അടുത്തുള്ള റോഡ് വരെ നടന്നിട്ട് തിരിച്ച് അംഗനവാടിയിലേക്ക് തന്നെ വന്നു. ഇവൻ്റെ ആദ്യത്തെ അംഗനവാടി പരിപാടിയാണ്. ഇവൻ അംഗനവാടി ചേർത്തിട്ടും ഇല്ല, എന്നാലും പരിപാടിക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മളും പോയി. പിറ്റേന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഏച്ചീൻ്റെ വീട്ടിൽ വാവേനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായി. അപ്പോൾ ഏട്ടനും അനിയന്മാരും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. രാത്രി പിന്നെ പെങ്ങളാളിനും വരുമ്പോൾ വീണ്ടും ഒരു കേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മൂന്നാളും കൂടെ അതും കൂടെ കട്ട് ചെയ്ത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ കേക്ക് മുറിയും പരിപാടികളും എല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് 2-3 ഫോട്ടോസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.